ഞാൻ എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ ആത്മകഥയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുക എന്ന് മാത്രമല്ല, ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നു സമയവും സ്ഥലവും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് ഞാൻ അറിയാതെ ഒരു വാർത്ത വരികയാണ്. അതൊരു പബ്ലിക്കേഷൻ, ഒരു ഈ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു പബ്ലിക്കേഷൻസ് തന്നെയാണ് ആ വാർത്ത കൊടുത്തത്. തീർച്ചയായും അത് അതിനൊക്കെ ഒരു കോൺസ്പിറസി ഉണ്ട്. കൂടെ മാധ്യമത്തെക്കുറിച്ച് പറഞ്ഞു. എന്നെ ഒരു കേസിൽ ഉൾപ്പെടുത്തിക്കാൻ ഈ തൃശ്ശൂരിൽ കേരളത്തിലൊരു ദൃശ്യ മാധ്യമം ഒരു ജയിലിൽ നിന്ന് വന്ന ക്രിമിനലിനെ കൊണ്ടുവന്ന് കൊളരിയിൽ ഒരു ഹോട്ടലിലിരുത്തി ഒരു 2-3 ആളുകളെ പറഞ്ഞ് ചട്ടം കെട്ടി ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ആളെ നിർത്തി ഒരു കഥയുണ്ടാക്കി. ജയിലിൽ നിന്ന് വന്നവർ എനിക്കൊരു പരിചയമില്ലാത്ത 3-4 ആളുകളെ വെച്ച് ഒരു കേസിൽപ്പെട്ടിരിക്കുന്ന ആൾ ഞാനും തമ്മിൽ ബന്ധമുണ്ട്, ഞാനുമായിട്ട് ദുബൈയിൽ ബിസിനസ് ഉണ്ട് എന്ന് പോലും പറയിപ്പിച്ചുകൊണ്ടൊരു ഒരു വാർത്ത സൃഷ്ടിക്കാൻ ഒരു പ്രമുഖ ചാനൽ തന്നെ പുറപ്പെട്ടു. ആ പ്രമുഖ ചാനൽ ഞാൻ യാദൃച്ഛികമായി ഈ ചാനൽ കണ്ടപ്പോഴാണ് ഈ വാർത്ത അടിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ ചാനലിൻ്റെ പ്രധാനികളെ വിളിച്ചു, നിങ്ങൾക്ക് എവിടുന്ന ഈ വാർത്ത കിട്ടിയത്? അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അത് 2-3 പത്രപ്രവർത്തകർ ചേർന്ന് ഒരു വാർത്ത ഉണ്ടാക്കുകയാണ്. ആ മാധ്യമ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് അപകടം വരുത്തി വെക്കുന്നതാണ്. മാനിപ്പുലേറ്റ് ചെയ്യുക, വാർത്തകൾ ഉണ്ടാക്കുക, ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കുക, എന്നിട്ട് മാധ്യമങ്ങൾക്ക് വലിയ തോതിൽ പ്രചരണം കൊടുക്കുക. ഇത്തരത്തിലുള്ള പ്രവണതകളെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. ഞാൻ ആ കേസ് വിശ്വമൊക്കെയാണ് ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ ഇവിടെ BJP-യുടെ എനിക്കൊരു പരിചയവുമില്ലായിരുന്നു ആ ശോഭാ സുരേന്ദ്രൻ. ഞാൻ ഇന്ന് വരെ നേരിട്ട് അവരോട് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല. ഞാൻ ആകെ അവരെ കാണുന്നത് തന്നെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അന്തരിച്ചപ്പോൾ കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി വെച്ചപ്പോൾ അവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ആ ശൈലിയാണ് ഞാൻ അവരെ അടുത്ത് കണ്ടു എന്ന് പറയുന്നത്. എന്താ പ്രസ്താവന നടത്തിയത്, എന്താ ചെയ്തു വെച്ചത്? ഇത്തരത്തിലാണ് നമ്മുടെ രാഷ്ട്രീയമെങ്കിൽ എവിടെ ചെന്നെത്തും? ഞാനത് BJP-യുടെ ചില നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, അവർക്കറിയാം. തികച്ചും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. ഇന്ന് ഹോട്ടലിൽ പോയി ഡൽഹിയിൽ, ഞാൻ 3-4 മാസമായിട്ട് ഡൽഹിയിലേ പോയിട്ടില്ലേ. പിന്നെ എറണാകുളത്ത് ഒരു വീട്ടിൽ പോയിരിക്കുന്നു, ഒരു സ്ത്രീനെയും കൊണ്ടോ. എന്ത് തെറ്റായ വാർത്തകളാണ് കൊടുക്കുന്നത്? രാഷ്ട്രീയ നേതാക്കൾ ഇത്തരത്തിലുള്ള നിലവാരത്തിലേക്ക് പോകാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇതാണ് വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗം. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് വാർത്തകൾ എന്നെക്കുറിച്ച് പലപ്പോഴും എഴുതാറുണ്ട്. പക്ഷെ ഞാനിതൊന്നും ഗൗനിക്കാറേ ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് തെറ്റുപറ്റരുത്, ഞാൻ ശരിയായ നിലയിലൂടെ സഞ്ചരിക്കണമെന്നാണ്. ഞാൻ ഇത്തരം കേസുകൾ നല്ല നിലയിൽ കൈകാര്യം ചെയ്യാൻ എനിക്ക് ഏറ്റവും വിശ്വസ്തനായി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നിയമജ്ഞൻ നമ്മുടെ വിശ്വവക്കീലാണ്. വിശ്വവക്കീൽ ആ കേസ് കൈകാര്യം ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഗുണഫലം ഉണ്ടായി. എതിർ കക്ഷികൾ ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഈ കേസല്ല, ഈ കേസ് ഇപ്പോൾ കോടതിയിൽ, കണ്ണൂർ കോടതിയിലുണ്ട്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ആ കാര്യങ്ങളിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്.